ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എസ് ലൈൻ എന്ന കൊറിയൻ ഡ്രാമയുടെ 3ാമത്തെ എപ്പിസോഡാണ്. ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ സിയോൺ ഇപ്പോൾ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് അവളുടെ അടുത്തേക്ക് ഇപ്പോൾ ഹയോൺ ഓടി വന്നിട്ട് വേഗം തന്നെ അവളെ ഒരു ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സിയോൺ അങ്ങനെ താഴേക്ക് വീഴുന്നത് കണ്ട ആ ഒരു ഷോക്കിലിരിക്കുന്ന ഹയോണിന്റെ അടുത്തേക്ക് സിയോണിന്റെ അങ്കിളും പോലീസുമായിട്ടുള്ള ഹാൻജി എത്തുന്നുണ്ട്. സിയോണിനെ പറ്റി ആലോചിച്ച് വളരെ വെറീഡ് ആയിട്ട് വരുന്ന ഹാൻ ഇപ്പോൾ ഹയോണിന്റെ അടുത്ത് അവൾക്ക് എന്താണ് പറ്റിയതെന്നും എന്തിനാണ് രാത്രി അവൾ സ്കൂളിലേക്ക് പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതലൊന്നും തനിക്ക് അറിയില്ലെന്നും സ്കൂളിൽ പോകുന്നത് മുമ്പ് അവൾ തന്നെ വിളിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഹയോൺ അവളെ ഫോളോ ചെയ്ത് സ്കൂളിലേക്ക് ചെന്നതും അവിടെ വെച്ച് അവൾ താഴേക്ക് വീഴുന്നതും കണ്ടു എന്ന് ഹയോൺ പറയുന്നുണ്ട്. മാത്രമല്ല ഹയോൺ ഒരിക്കലും ആത്മഹത്യക്കൊന്നും ശ്രമിക്കില്ലെന്നും ഇതിന് പുറകില് എന്തോ വ്യക്തമായൊരു ദുരൂഹതയുണ്ടെന്നും ഹയോൺ ഇപ്പോൾ ഹാൻജിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഹയോൺ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടെ ഫുള്ള് പിള്ളേരെല്ലാരും കൂടി ഓരോ റൂമേഴ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിയോൺ അവരുടെ ബുള്ളിങ് ഒന്നും താങ്ങാൻ പറ്റാതെ അവളെ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചതാണെന്നും ഇതിന് കാരണക്കാരിയായിട്ടുള്ള ആ കിം എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഇപ്പൊ മിസ്സിംഗിലാണെന്നും അവൻ അങ്ങനെ പറയുന്നുണ്ട്. ഇതേ നേരം സ്റ്റാഫ് റൂമിൽ തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതും വേറൊരു കുട്ടി മിസ്സിംഗിലൊക്കെ ആണെന്ന് അറിഞ്ഞ് അവരുടെ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള ജിൻ ഇപ്പോൾ എല്ലാവരോടും അപ്പോളജൈസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള ജാങ് എന്ന് പറഞ്ഞ വേറൊരു ടീച്ചറും മറ്റു ചിലരൊക്കെ ചേർന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അതിനുശേഷം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ജാങ് എന്ന് പറഞ്ഞ മറ്റു ടീച്ചർ അവന്റെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന വേറൊരാള് ജാങ്ങിന്റെയും അവന്റെ ഗേൾ ഫ്രണ്ടിന്റെയും കല്യാണമൊക്കെ ആവാറായോ എന്ന് ചോദിക്കുമ്പോൾ അവര് ഈ അടുത്ത് ബ്രേക്കപ്പ് ആയ കാര്യം ജാങ് അപ്പോൾ ആ ഒരു ടീച്ചറിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മളെ ജാങ്ങിനെ കാണുമ്പോൾ അവനിപ്പോ അവന്റെ ചേച്ചിയുടെയും കുഞ്ഞിന്റെയും വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ആ ഒരു ചേച്ചി ഇപ്പൊ ജാങ്ങിന്റെ അടുത്ത് നീ എന്തിനാണ് ടീച്ചിങ് നിർത്താൻ പോണേന്നും എന്തിനാണ് ഇപ്പൊ പെട്ടെന്ന് കാനഡയിലേക്ക് പോകണമെന്നും പറഞ്ഞ് വാശി പിടിക്കുന്നതെന്ന് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതേ നേരം ജാങ് ആകട്ടെ അതിനുത്തരം കൊടുക്കാതെ അല്ല നിന്റെ ഹസ്ബൻഡ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ വളരെ കെയറിങ്ങും ലവിങ്ങും ആയിട്ടുള്ള ഒരാളാണെന്നും ഇപ്പൊ വർക്കൊക്കെ ആയിട്ട് ഇതിരി തിരക്കിലാണെന്നും അവള് പറയുന്നുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ ജാങ്ങിന്റെ സ്വന്തം ചേച്ചിയും അവളുടെ കുട്ടിയാണെങ്കിലും ജങ് അവരുമായിട്ട് അത്രയും വലിയൊരു കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ പറ്റിയിട്ട് തന്നെ അവന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതേ നേരത്ത് ഹോസ്പിറ്റലിൽ സിയോണെ നോക്കി വിഷമിച്ചിരിക്കുന്ന അവളുടെ അങ്കിളായിട്ടുള്ള ഹാൻജിയെ നമ്മളെ കാണിക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഹയോണിനെയാണ്. അവളിപ്പോ സിയോണിന്റെ ആ ഒരു വീഴ്ചയ്ക്ക് പുറകിലുള്ള കാരണം കണ്ടുപിടിക്കാനായിട്ട് നേരെ റൂഫ് ടോപ്പിലൊക്കെ പോയിട്ട് അവിടെ അന്വേഷിക്കുന്നതിന്റെ ഇടയിൽ ക്യോങ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അവിടേക്ക് വന്നിട്ട് താൻ അവരുടെ ഒരു ജൂനിയർ ആണെന്നും എന്തൊക്കെയായാലും കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാമെന്നും മാത്രമല്ല സിയോൺ എന്തായാലും സൂയിസൈഡ് ചെയ്യില്ല, കാരണം അവൾ ഈയിടെയായിട്ട് വളരെയധികം ഹാപ്പി ആയിരുന്നു. ഇതിനു മുമ്പ് എപ്പോഴും ലോൺലി ആയിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന സിയോൺ വളരെ പെട്ടെന്ന് തന്നെ മാറി ഒരു എക്സ്ട്രോവേർട്ട് കണക്കിന് മാറിയതും ഇപ്പതേ അവൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചതും അവളെ എപ്പോഴും ബുള്ളി ചെയ്തുകൊണ്ടിരുന്ന കിം എന്ന് പറഞ്ഞ മറ്റൊരു അഹങ്കാരി മിസ്സിംഗ് ആയതും അങ്ങനെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതിലെന്തോ വലിയൊരു മിസ്റ്റേക്ക് ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് ക്യോങ് ഇപ്പോൾ ഇവിടെ ഹയോണിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവര് നടന്നു പോകുന്നതിന്റെ ഇടയിൽ അവരുടെ ക്ലാസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ബോയിന്റെ കണ്ണില് സിയോണിന്റെ കയ്യിൽ കണ്ടതുപോലെയുള്ള അതുപോലെ തന്നെ സ്പെക്സ് കാണുമ്പോൾ പെട്ടെന്ന് ഡൗട്ടായിട്ട് ഹയോൺ അവനെ പിടിച്ചു നിർത്തി ആ ഒരു ഗ്ലാസസിലൂടെ നോക്കുന്നുണ്ടെങ്കിലും അതൊരു നോർമൽ ഗ്ലാസ് ആണെന്ന് മനസ്സിലാക്കി ഹയോൺ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം സ്റ്റാഫ് റൂമിൽ ജങ് എന്ന് പറഞ്ഞ ആ ഒരു ടീച്ചറുടെ മേശയിലെ ഒറിജിനൽ ആയിട്ടുള്ള ഈ എസ് ലൈൻസിനൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ആ ഒരു സ്പെക്സ് ഇരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ജങ് ഇപ്പോൾ ആ ഒരു സ്പെക്സ് കണ്ടിട്ട് ഇത് ആരുടെ ആയിരിക്കുമെന്ന് അവന്റെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്ന ജിൻ എന്ന് പറഞ്ഞ മറ്റേ ടീച്ചറോട് ചോദിക്കുമ്പോൾ അവളത് പെട്ടെന്ന് കയ്യിലെടുത്തിട്ട് ഇത് ആരുടെ ആണെന്ന് തനിക്ക് അറിയില്ലെന്നും പക്ഷെ അത് നിന്റെ ടേബിൾമ കണ്ടതുകൊണ്ട് അത് ജങ് തന്നെ എടുത്തോളാനും മാത്രമല്ല അത് നിനക്ക് നന്നായി ചേരുമെന്നും പറയുമ്പോൾ ജങ് ആ ഒരു സ്പെക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗ്ലാസ് വെച്ച സമയം തന്നെ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും തലയിൽ അതുപോലുള്ള റെഡ് ലൈൻസുകൾ അവൻ കാണുന്നുണ്ട്. ഈ നേരം തന്നെയാണ് പോലീസായിട്ടുള്ള ഹാൻജി അവിടേക്ക് കയറുന്നത്. ഇങ്ങനെ ഹാൻജിയുടെ തലയിൽ ഇതുപോലെ ഒരുപാട് റെഡ് എസ് ലൈൻസിനെ കാണുന്ന ജങ് പെട്ടെന്ന് പേടിച്ചു പോകുന്നുണ്ട്. ആക്ച്വലി ഇപ്പൊ ഹാൻജി അവിടേക്ക് വന്നിരിക്കുന്നത് ആ ഒരു ജിൻ എന്ന് പറഞ്ഞ ടീച്ചറെ കണ്ട് സംസാരിക്കാനാണ്. അയാളെ കാണുമ്പോൾ തന്നെ സിയോണിനെ താൻ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായതെന്ന് പറഞ്ഞ് ജിൻ അവനോട് മാപ്പ് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളുടെ ശരിക്കും ആത്മഹത്യയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഹാൻ ഇപ്പോൾ ആ ഒരു ടീച്ചറുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ജിന്നിന് പ്രത്യേകിച്ച് ഒരു ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു കേസിനെ സംബന്ധിച്ച് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും താൻ ചെയ്യാന്നിപ്പോ അവൾ ഹാനിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഹാൻ സിയോണിന്റെ ആ ഒരു ബോയ് ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരുപാട് നാളായിട്ടൊന്നുമില്ല ഡേറ്റിംഗ് തുടങ്ങിയിട്ടെന്നും പെട്ടെന്ന് അവളുടെ ക്യാരക്ടറൊക്കെ മാറി അവൾക്ക് തന്നോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് മനസ്സിലായപ്പോ ഞാനും അവളുടെ ഒപ്പം വെറുതെ ഒന്ന് കൂടിയതാണെന്ന് ഒരു ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹാൻജി ഇപ്പോൾ അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇന്നവരെ രണ്ടുപേരും കൂടി ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോ ബൂത്തിൽ കയറി ഇറങ്ങി വന്ന സമയത്ത് തന്റെ കയ്യിൽ എന്തോ മിസ്സായി എന്ന് പറഞ്ഞ് അവൾ ആകെ ബഹളം വെച്ചോന്നും അതേ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ലെന്നും അവനിപ്പോ ഹാൻജിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഇപ്പൊ ഹാൻ നേരെ ചെന്ന് ഇതിന്റെ CCTV വിഷ്വൽസ് ഒക്കെ നോക്കുമ്പോൾ ഇന്നവർ ഫോട്ടോ ബൂത്തിൽ കയറിയ സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് സിയോണിന്റെ ബാഗിൽ നിന്ന് എന്തോ അടിച്ചു മാറ്റിയതും പിന്നീട് അവൾ ഓരോ ഗ്ലാസസ് ഒക്കെ വെച്ചിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നതും അവനിങ്ങനെ CCTV വിഷ്വൽസിൽ കൂടെ നോക്കി കാണുന്നുണ്ട്. ഇതേ നേരം ആ ഒരു സ്കൂളിലെ ടീച്ചറായിട്ടുള്ള ജാങ് അപ്പോൾ അവന്റെ ചേച്ചിയുടെയും അവളുടെ
ഹസ്ബൻഡിന്റെ ഒപ്പം ഇരുന്ന് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് നേരത്തെ ഓൾറെഡി ആ ഒരു സ്പെക്സ് കിട്ടിയതുകൊണ്ട് അത് വെക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും തലയിൽ ഓരോ എസ് ലൈനുകൾ ഉള്ളതായിട്ട് അവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതില് അവളുടെ ഹസ്ബൻഡിന്റെ തലയിൽ ഒരുപാടെണ്ണം കാണുമ്പോൾ അയാളെ പറ്റി അവൻ എന്തോ ഒരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ കല്യാണം വേണ്ടെന്ന് വെച്ചെന്ന് അവന്റെ സിസ്റ്ററിന്റെ ആ ഒരു ഹസ്ബൻഡ് അവന്റെ അടുത്ത് ചോദിക്കുന്നത്. അതിന് ശരിക്കൊരു ഉത്തരം കൊടുക്കാനായിട്ട് ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നീട് അവന്റെ ഗേൾ ഫ്രണ്ട് അന്നെ സ്വന്തം ഫ്രണ്ടിന്റെ കൂടെ ചീറ്റ് ചെയ്ത കാര്യം ഒരുമിച്ച് അവരുടെ ബെഡിൽ കണ്ട കാര്യമൊക്കെ ജാങ് ഇപ്പോ അവന്റെ ആ ഒരു ചേച്ചിയുടെ ഭർത്താവിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവര് ലിഫ്റ്റില് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ പെട്ടെന്ന് അവന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ തലയിലുണ്ടായിരുന്ന ഒരു റെഡ് ലൈന് 4ാമത്തെ ഫ്ലോറിലുള്ള ഏതൊരു റൂമിലേക്ക് കണക്ട് ചെയ്യുന്ന പോലെ അവന് തോന്നുന്നുണ്ട്. പിന്നെ പിന്നീട് താഴെ ചെന്ന് കുറെ സംസാരിച്ച് വീണ്ടും മുകളിലേക്ക് കയറി പോകാനായിട്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ ഇയാളിപ്പോ അറിയാണ്ട് 4th ഫ്ലോർ ഞെക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച ജാങ് 4th ഫ്ലോറിൽ ഇയാളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി അയാൾ അറിയാതെ 4ാമത്തെ ഫ്ലോറും കൂടി ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലിഫ്റ്റ് 4ാമത്തെ ഫ്ലോറിൽ എത്തുന്ന സമയത്ത് അവന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ തലയിൽ നിന്നും ഒരു റെഡ് ലൈൻ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു റൂമിലേക്ക് പോകുന്നത് അവൻ കാണുന്നുണ്ട്. അങ്ങനെ അയാൾക്ക് ഓൾറെഡി ഒരു എഫ്ഐആർ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതേ നേരം പോലീസ് സ്റ്റേഷനിൽ ലിയോണിന്റെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞ് സീനിയർ അങ്ങനെ കേസ് ക്ലോസ് ചെയ്യാനായിട്ട് അവന് ഫോഴ്സ് ചെയ്യുമ്പോൾ തന്റെ നീസ് ഒരിക്കലും അങ്ങനെ സൂയിസൈഡ് ചെയ്യില്ലെന്നും അതിന്റെ ആവശ്യമൊന്നും അവൾക്കില്ലെന്നും ആരും അവളെ കൊല്ലാൻ നോക്കിയതൊക്കെയാണെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇപ്പൊ ചെറുതായിട്ട് വാക്ക് തർക്കത്തിലാകുന്നുണ്ട്. ഇതേ നേരം തന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ എഫ്ഐആർ കണ്ടുപിടിച്ച് ആകെ മനസ്സിന് സുഖമില്ലാതെ അവൻ ഒരു സ്കൂളിലത്തെ മറ്റേ ടീച്ചറായിട്ടുള്ള ജിന്നിനെ പോയി കണ്ടിട്ട് നിനക്ക് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ചീറ്റ് ചെയ്യുന്നതായിട്ട് നീ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നീ അവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കൂ, ഇത് മറച്ചു വെക്കോ എന്നൊക്കെ പറഞ്ഞ് ജിന്നിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന അവളാകട്ടെ ആദ്യം നമ്മൾ കാണുന്നത് സത്യം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മളൊരു കാര്യം തീരുമാനിക്കാൻ പാടുള്ളൂ എന്ന് ജാങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ അടുത്ത സീനിൽ ഇപ്പൊ ജാങ്ങും അവന്റെ സിസ്റ്ററും ആ ഒരു കുട്ടിയും കൂടിയിട്ട് അവളുടെ റൂമിന് മുമ്പിൽ വരുമ്പോൾ ഇടയായിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് ആ വാതിലിന്റെ തുമ്പത്ത് വെച്ചിരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ അഡ്രസ്സ് നോക്കുമ്പോൾ അത് തങ്ങളുടെ റൂം നമ്പർ അല്ലെന്നും 4ാമത്തെ ഫ്ലോറുള്ള ഒരു റൂമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനിപ്പോ ആ ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് നേരെ 4ാമത്തെ ഫ്ലോറിലേക്ക് ചെല്ലുന്നുണ്ട്. കാരണം അവന്റെ സിസ്റ്ററിന്റെ ആ ഒരു ഹസ്ബൻഡ് അയാൾക്ക് എഫ്ഐആർ ആയിട്ടുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗിഫ്റ്റുകളും സർപ്രൈസസ് ഒക്കെ കൊടുക്കുന്നത് ഓൾറെഡി ജാങ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാങ് ഇപ്പോ ആ ഒരു ഗിഫ്റ്റ് ബോക്സും കൊണ്ട് 4ാമത്തെ ഫ്ലോറിലെ ആ ഒരു റൂമിന് മുമ്പിൽ എത്തിയിട്ട് അവിടെ ആ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു നേരത്തെ തന്നെ വളരെ യങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവിടേക്ക് വന്നിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് ആ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആരെയോ വിളിച്ച് ഈ ഒരു ഗിഫ്റ്റ് തന്നതിന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. പിന്നീട് ജാങ്ങും അവന്റെ സിസ്റ്ററുമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ അവരങ്ങനെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് രണ്ടുപേരുടെയും പാരന്റ്സ് ഓൾറെഡി മരിച്ചു പോയതാണെന്നും പക്ഷെ അവന്റെ അച്ഛനാകട്ടെ മറ്റ് പല സ്ത്രീകളുമായിട്ട് എഫ്ഐആർ ഉണ്ടായിരുന്നു എന്നും അവരുടെ അമ്മയെ അച്ഛൻ ഒരുപാട് നാൾ പറ്റിച്ചടക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവന് എത്രമാത്രം തന്റെ അച്ഛനോടുള്ള വെറുപ്പൊക്കെ അവനിങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ ഇതൊക്കെ കേൾക്കുന്ന അവന്റെ ചേച്ചിക്കാകെ വിഷമമാകുന്നുണ്ട്. മാത്രമല്ല ശരിക്കും അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അവനെ ചീറ്റ് ചെയ്ത സമയത്ത് അവളോട് ഇപ്പോഴും അവന് ഒത്തിരി ഇഷ്ടം ഉണ്ടായിട്ട് പോലും അവളെ കാണുമ്പോൾ ഇപ്പൊ അവന് സ്വന്തം അച്ഛൻ മുഖമാണ് ഓർമ്മ വരുന്നതെന്നും നമ്മ അനുഭവിച്ച ആ ഒരു വേദനയൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ അവൻ ഒരിക്കലും അവളെ ഇനി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നും അവൻ പറയുന്നുണ്ട്. ഇതേ ടൈമില് സ്കൂളിലാകട്ടെ അവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും കിം എന്ന് പറഞ്ഞ എല്ലാരെയും ബുള്ളി ചെയ്യാറുണ്ടായിരുന്ന ആ ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു ഫോട്ടോ ആരൊക്കെയോ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്ത് അത് ഭയങ്കര വൈറലായിട്ട് ആ ഒരു സ്കൂളിലുള്ള എല്ലാവരും അത് കണ്ട് കുറെ ഗോസിപ്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ മറ്റൊരിടത്ത് ഒരു പാർക്കിംഗ് ലോട്ടിൽ വെച്ചിട്ട് കാറിൽ മരിച്ചു കിടക്കുന്ന ആ ഒരു ടീച്ചറെയും നമ്മളെ കാണിക്കുന്നുണ്ട്. ആൻജി ഇപ്പോൾ അവിടേക്ക് വന്ന് ഒരു കാർ ഫുള്ള് നോക്കുമ്പോൾ അതിലൊരു സൂയിസൈഡ് നോട്ട് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും ഇതങ്ങനെ സൂയിസൈഡ് ഒന്നും അല്ലെന്നും ഇതിന് പുറകിൽ എന്തോ ഉണ്ടെന്നും അവന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൻ അയോണിനെ കൂട്ടാനും അവളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് അവളുടെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അവളെ കാറിൽ കയറ്റിയിട്ട് അയോണിനെ പറ്റി എനിക്കറിയാത്ത എന്തെങ്കിലും നിനക്കറിയാമോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾക്ക് ഒരു ഗ്ലാസസ് ഉണ്ടായിരുന്നു എന്ന് അയോൺ തിരിച്ച് അഞ്ജിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഹാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആദ്യം പോയി ആ ഒരു ഗ്ലാസ് കണ്ടുപിടിക്കാനും അത് കഴിഞ്ഞിട്ട് എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്നും അയോൺ ഇപ്പൊ അവന് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഇതേ നേരം ജങ് എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഇപ്പോ എന്റെ അളിയനെ ഫോളോ ചെയ്ത് വന്ന് റെസ്റ്റോറന്റിലേക്ക് കയറുമ്പോൾ നേരത്തെ ആ ഒരു 4ാമത്തെ ഫ്ലോറിൽ നമ്മൾ കണ്ട അതേ ഒരു മണമായിട്ട് അവനിരുന്ന് ഫുഡ് കഴിക്കുന്നതും ഗിഫ്റ്റ് കൈമാറുന്നതൊക്കെ അവൻ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും സഹിക്കാൻ പറ്റാണ്ട് അവനിപ്പോ ഡയറക്റ്റ് ആയിട്ട് അയാളെ വിളിച്ചിട്ട് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി തിരക്കിലാണെന്നും പിന്നീട് എപ്പോഴെങ്കിലും വിളിക്കാൻ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനെ അങ്ങനെ വെറുതെ വിടാനായിട്ട് തയ്യാറല്ലായിരുന്ന ജാങ് അപ്പോ അവനും ഒരു വിമനും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു റൂമിന്റെ ഡോറിലൊക്കെ പോയിട്ട് തട്ടിയിട്ട് അവനെ പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം തനിക്ക് അറിയാമെന്നും പക്ഷെ തന്റെ ചേച്ചിയെ ഇങ്ങനെ ചീറ്റ് ചെയ്ത് മറ്റൊരാളോടൊപ്പം ജീവിക്കാനായിട്ട് നിന്നെ ഞാൻ സമ്മതിക്കില്ലെന്നും അതുകൊണ്ട് ഇന്ന് തന്നെ ഇതെല്ലാം ഞാൻ നിർത്തിക്കൊള്ളാന്നും പറയുമ്പോൾ ഇന്ന് തന്നെ എല്ലാ എക്സ്ട്രാ എഫയേഴ്സും താൻ നിർത്താമെന്നും അയാളും പറയുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് അവൻ അവന്റെ ചേച്ചിയെ കാണാൻ പോകുമ്പോൾ അവന്റെ ഹസ്ബൻഡിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം ഇപ്പൊ വർക്കായിട്ട് ഇത്തിരി തിരക്കിലാണെന്നും 2-3 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുള്ളൂ എന്നും അവളും പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ വീണ്ടും തന്റെ സിസ്റ്ററിനെ ചീറ്റ് ചെയ്യോന്ന് ജാങ്ങിന്റെ ഉള്ളിൽ ഒരു പേടിയും തോന്നുന്നുണ്ട്.
അങ്ങനെ പിന്നീട് തന്റെ ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് എഫ്ഐആറിലായിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് അവൻ അവളുടെ ഇൻസ്റ്റാ ഐഡി ഒക്കെ നോക്കുമ്പോഴാണ് അതിൽ റീസെന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ അവൾ പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അവൻ കാണുന്നത്. ഇത് കാണുമ്പോൾ വീണ്ടും അവൻ എന്തായാലും തന്റെ ചേച്ചിയെ ചീറ്റ് ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കി അവൻ വേഗം തന്നെ തന്റെ ചേച്ചിയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നതും ഗ്രൗണ്ടിൽ വെച്ച് ഒരു കാറ് കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു കാറിന് ഇടിക്കുന്നതും അവിടെ ഈ എഫ്ഐആറിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വിമൻ നിൽക്കുന്നതും അവൻ കാണുന്നുണ്ട്. വേഗം തന്നെ അവൻ ആ ഒരു ഇടിക്കുന്ന കാറിന്റെ അടുത്തേക്ക് ചെന്ന് അതിന്റെ ഡോറ് തുറക്കുമ്പോൾ അതിന്റെ അകത്ത് അവന്റെ ചേച്ചീനെ അവൻ കാണുന്നുണ്ട്. അവനെ കാണുമ്പോൾ തന്നെ നീ എന്തിനാണ് തന്നോട് ഇത് ചെയ്തതെന്ന് അവന്റെ ചേച്ചി അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇതിനെ പറ്റി ഒന്നും മനസ്സിലാകാണ്ട് ജാൻ അങ്ങനെ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ അവന്റെ ചേച്ചിയുടെ ആ ഒരു ഹസ്ബൻഡ് അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ അയാളിപ്പോ ജാങ്ങിന്റെ ചേച്ചിയെ ആശ്വസിപ്പിക്കാതെ നേരെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു വിമണിനെ കൂട്ടിയിട്ട് പോവാൻ നിൽക്കുമ്പോൾ തന്റെ ചേച്ചിയെ ചീറ്റ് ചെയ്തതിന്റെ പേരിൽ അവർ രണ്ടുപേരും കൂടി അവിടെ കിടന്ന് അടി കൂടുന്നുണ്ടെങ്കിലും ലാസ്റ്റ് അവന്റെ ചേച്ചി തന്നെ ഈ ഒരു വഴക്ക് നിർത്താനായിട്ട് അവരോട് രണ്ടുപേരോടും ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവന്റെ ചേച്ചിയുടെ ഭർത്താവ് ഇപ്പോ മറ്റു പെണ്ണിനെയും കൂട്ടിയിട്ട് നേരെ മുകളിലേക്ക് കയറി പോകുമ്പോൾ അപ്പോഴാണ് എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് ശരിക്കും അയാളുടെ യഥാർത്ഥ ഭാര്യ ആ ഒരു പെണ്ണിനെയാണെന്നും അയാൾക്ക് എഫ്ഐആറിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ രണ്ടാമതായിട്ട് നിൽക്കുന്ന ആ ഒരു സ്ത്രീയാണ് താനെന്നുള്ള ആ ഒരു സത്യം അവന്റെ ചേച്ചി ഇപ്പോ അവന്റെ അടുത്ത് പറയുന്നത്. ഇത് കേട്ട് വളരെ ഷോക്ക്ഡ് ആയിട്ട് ആകെ ഞെട്ടിതെറിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ ജാങ്. അങ്ങനെ ഫ്ലാഷ് ബാക്കിൽ ജാങ് ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു വിമണിനെ തന്നെയും ഒരുമിച്ച് ഹോട്ടലിൽ വെച്ച് കണ്ട കാര്യവും മാത്രമല്ല തന്റെ ഭാര്യ ഇപ്പൊ പ്രഗ്നന്റ് ആണെന്നും കൂടി അറിഞ്ഞിട്ട് ഇനിയും ഇതുപോലുള്ള എഫ്ഐആർസ് ഒന്നും ശരിയാവില്ലെന്നും അവന് ഈ ജങ്ങിന്റെ ചേച്ചിയായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ അവൻ അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് കേട്ട് അത് സഹിക്കാനും അഡ്മിറ്റ് ചെയ്യാനും പറ്റാണ്ടാണ് ജങ്ങിന്റെ ചേച്ചി ഇപ്പോൾ ആ ഒരു കാർ എടുത്ത് അവന്റെ സ്വന്തം ഭാര്യയായിട്ടുള്ള പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ലേഡി ഉണ്ടായിരുന്ന കാറിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതും അങ്ങനെ ആ ഒരു ലേഡിയെ ഇൻജോർഡ് ആക്കാനായിട്ട് നോക്കിയത്. ഇതെല്ലാം കേട്ട് വളരെയധികം ഷോക്ക്ഡ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുകയായിരുന്നു ജങ്. പക്ഷെ ഇതേ സമയത്താണ് അവന്റെ നീസായിട്ടുള്ള അവളുടെ കുട്ടി അങ്ങോട്ടേക്ക് വരുന്നതും അതുകൊണ്ട് തന്നെ അവന്റെ ശ്രദ്ധ പെട്ടെന്ന് അവളിലേക്ക് മാറുന്നുണ്ട്. ഇതേ നേരത്ത് ആ ഒരു സ്കൂളിൽ ഇമ്മെന്ന് പറഞ്ഞ ഒരു കുട്ടിയായിട്ട് എഫ്ഐആറിലായിട്ടുണ്ടായിരുന്ന ആ ഒരു ടീച്ചർ മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവന്റെ സൂയിസൈഡ് ചെയ്ത ആ ഒരു നോട്ട് വായിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഹാൻജിക്ക് ഇനിയിപ്പോ സിയോൺ എങ്ങാനും സൂയിസൈഡ് ചെയ്തതാണെങ്കിൽ അതിന്റെ എന്തെങ്കിലും കുറിപ്പുകൾ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ അവൻ അവളുടെ റൂമൊക്കെ കയറി ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അവന് കിട്ടുന്ന ഒരു ഡയറി ആയിട്ട് അവനിപ്പോ നേരെ ഹയോന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു ഡയറി തുറക്കുമ്പോഴാണ് അതില് സിയോൺ റെഡ് കളർ പെൻസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് സ്ട്രേഞ്ച് ആയിട്ട് വിയേർഡ് ആയിട്ടുള്ള കുറെ ഡ്രോയിങ്സ് വരച്ചു വെച്ചതായിട്ട് അവൻ കാണുമ്പോൾ ഈ ഡ്രോയിങ്സും അവള് നേരത്തെ സ്ട്രേഞ്ച് ആയിട്ട് പറഞ്ഞ ആ ഒരു ഗ്ലാസസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് ഞാനിപ്പോ ഹയോളിന്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ആ ഒരു ഗ്ലാസസ് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് എസ് ലൈൻസ് കാണാൻ പറ്റുമെന്ന് ഹയോള് ഹാൻജിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ എന്നിട്ടും ഈ എസ് ലൈൻ എന്താണെന്ന് മനസ്സിലാവാണ്ട് നിൽക്കുന്ന നമ്മുടെ ഹാൻജിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, നമ്മളിതിനെ ഓരോ എപ്പിസോഡ് നോക്കുമ്പോഴും ഇതിൽ കൂടുതൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എലമെന്റിലേക്കാണ് നമ്മൾ വീണ്ടും എത്തുന്നത്. ശരിക്കും ഇവരുടെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ജിൻ എന്ന് പറഞ്ഞ ഒരു ടീച്ചറിന് ഈ ഒരു ഗ്ലാസസുമായിട്ട് എന്തെങ്കിലും പങ്കുണ്ടോന്നൊക്കെ നമുക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നും. എനിവേ, അവൾക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമൊക്കെ ഉണ്ടോന്ന് അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് പിന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.